ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ നാടൻ പലഹാരമായ കിണ്ണത്തപ്പമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. കിണ്ണത്തപ്പം നമുക്ക് അരി കുതിർത്തും അതുപോലെ അരിപ്പൊടി വെച്ചും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിവിടെ അരിപ്പൊടി കൊണ്ടാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിലേക്ക് ഞാനിവിടെ 2.5 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന തരിയില്ലാത്ത അരിപ്പൊടി വേണം ഇതിനായിട്ട് എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ ഉപ്പും 1 സ്പൂൺ നല്ല ജീരകവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കിണ്ണത്തപ്പത്തിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ആവിയിൽ വേവിച്ചെടുക്കണം. ഞാനിത് ഇഡ്ഡലിച്ചെമ്പിലാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. അതിൽ നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് തിളച്ച് ആവിയൊന്ന് പൊന്തി വരുമ്പോൾ നമുക്കിതിലേക്ക് കിണ്ണത്തപ്പം ഉണ്ടാക്കാനുള്ള പാത്രം വെച്ച് കൊടുക്കാം. ഇതിൽ കുറച്ച് ഓയിലോ നെയ്യോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ അധികം കട്ടിയില്ലാത്ത കിണ്ണത്തപ്പമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് ഒരു 3 കയ്യിൽ ബാറ്ററാണ് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 20-25 മിനിറ്റോളം ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കിണ്ണത്തപ്പം നന്നായിട്ട് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഇത് മുറിച്ചിട്ട് കഴിക്കാം. ഇത് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കിണ്ണത്തപ്പമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാനായിട്ട് മറക്കരുത്. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.